ഒരു മനുഷ്യനോടും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതയാണ് പത്തനംതിട്ട പോലീസ് സ്ത്രീകളടങ്ങുന്ന സംഘത്തോട് കാട്ടിയത്. അകാരണമായി മർദ്ദിച്ചു, തല അടിച്ചു പൊട്ടിച്ചു, ജീപ്പിൽ വന്നിറങ്ങി ഓടടാ എന്ന് പറഞ്ഞ് ആക്രോശിച്ചു. പത്തനംതിട്ടയിൽ പോലീസിന്റെ അതിക്രമത്തിനിരയായ വിവാഹ സംഘം നേരിട്ട ക്രൂരതകളാണിത്. സ്ത്രീകളടക്കമുള്ള സംഘത്തെ മർദ്ദിച്ച സംഭവത്തിൽ പത്തനംതിട്ട SI ഉൾപ്പെടെ 2 പേരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടെ പോലീസിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉണ്ടായത്. നേരത്തെ +2 വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിൽ പ്രതിക്കൂട്ടിലായ പോലീസുകാരനാണ് ഇപ്പോൾ നടപടി നേരിട്ട SI ജിനു. ജീപ്പിൽ നിന്നിറങ്ങിയ പാടെ കണ്ണിൽ കണ്ടവരെയെല്ലാം SI JU ജിനുവും സംഘവും പൊതിരെ തല്ലി. CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടെ പോലീസിന് ന്യായീകരണം ഇല്ലാതായി. ചൊവ്വാഴ്ച രാത്രി 11 മണിയോടെ പത്തനംതിട്ട അബാൻ ജംഗ്ഷനിലായിരുന്നു പോലീസിന്റെ അഴിഞ്ഞാട്ടം. വിവാഹ സൽക്കാരം കഴിഞ്ഞു മടങ്ങി വരികയായിരുന്നു കോട്ടയം സ്വദേശികളായ 20 അംഗ സംഘം. വിശ്രമത്തിനായി ടെമ്പോ ട്രാവലർ വഴിയരികിൽ നിർത്തി. ഇതിൽ ചിലർ പുറത്തിറങ്ങി നിൽക്കുമ്പോഴാണ് സ്ഥലത്തെത്തിയ SIയും സംഘവും ലാത്തിചാർജ് നടത്തിയത്. മറുവീട് കാണാൻ പോയതാ, അടൂര്, കൊല്ലം. പോയിട്ട് വന്നപ്പം എന്റെ വീട് തോന്നിയില്ല, അല്ല അതുമുങ്ങളം. അപ്പൊ ചേട്ടായി വരാനായിട്ട് താമസം, അവരെന്നെ ഇറക്കി വിട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ചേട്ടായി വരാൻ താമസിച്ചത് കൊണ്ട് ഞങ്ങളവിടെ വണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ പിള്ളേര് കൊച്ചിന് മോട്ടർ ഒഴിക്കണം എന്ന് പറഞ്ഞു അവളന്ന് അങ്ങോട്ട് പോയി. അവരവിടെ സൈഡിൽ ചേർന്ന് നിൽക്കുകയായിരുന്നു. ഇവര് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് അന്നേരം അങ്ങ് അടിച്ചു. മുണ്ടക്കയം സ്വദേശി സിതാര, ഭർത്താവ് ശ്രീജിത്ത്, ബന്ധു ഷിജിൻ എന്നിവർക്ക് പരുക്കേറ്റു. വാഹനത്തിന് പുറത്തുനിന്ന മറ്റുള്ളവർക്കും അടികിട്ടി. പരുക്കേറ്റവർ സ്വന്തം വാഹനത്തിലാണ് ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഒരു പ്രകോപനം കേട്ട ഒരു വണ്ടി പോലീസ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ലാത്തി എടുത്ത് അടിക്കാൻ തുടങ്ങി. അപ്പൊ ഞങ്ങള് സംസാരിക്കുന്നുണ്ട്, എന്താണെന്ന് പോയി ഞങ്ങൾ സംസാരിക്കാൻ ടൈം കിട്ടുന്നില്ല. ബാറിനു മുന്നിൽ ചിലർ പ്രശ്നമുണ്ടാക്കുന്നെന്ന വിവരം ലഭിച്ചതായും അവരെ നേരിടാനാണ് പോലീസ് സംഘം എത്തിയതെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ പ്രശ്നമുണ്ടാക്കിയത് ആരാണെന്ന് പോലും അന്വേഷിക്കാതെ പൊതിരെ തല്ലിയത് എന്തിനെന്ന ചോദ്യത്തിന് പോലീസിന് മറുപടിയില്ല. സംഭവം വിവാദമായതോടെ ആദ്യം SI ജിനുവിനെ SP ഓഫീസിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. എന്നാൽ കടുത്ത നടപടിയെടുക്കാത്തത് വിവാദമായതോടെയാണ് SIയെയും CPOമാരായ ജോബിൻ, അഷ്ഫാഖ്, റഷീദ് എന്നിവരെയും സസ്പെൻഡ് ചെയ്തത്. DIG അജിത ബീഗത്തിന്റേതാണ് നടപടി. സംഭവം അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് DYSPയെ ചുമതലപ്പെടുത്തി. നിരപരാധികളെ തല്ലിച്ചതച്ച സംഭവത്തിൽ പോലീസിനെതിരെ പ്രതിഷേധവുമായി വിവിധ രാഷ്ട്രീയ കക്ഷികൾ രംഗത്തെത്തിയിരുന്നു. ന്യൂസ് 18 പത്തനംതിട്ട.